ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ റെയിൽവേയിലേക്ക് വന്നിരിക്കുന്ന പുതിയ ജോബ് നോട്ടിഫിക്കേഷനെ പറ്റി പറയാനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ വന്നിരിക്കുന്നത് ടെക്നിക്കൽ വിഭാഗത്തിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന വേക്കൻസിയിലൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് ലെവൽ 5 ആണ് പറയുന്നത്. പേ സ്കെ 7 CPC അപ്പോൾ ഇനിഷ്യൽ പേ പറയുന്നത് 29,200 രൂപയാണ്. അപ്പോൾ മെഡിക്കൽ സ്റ്റൈഫൻ B1 ഏജ് എന്ന് പറഞ്ഞാൽ 18 to 33 ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഏകദേശം 323 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ ഗ്രേഡ് 3യിലേക്ക് വന്നിട്ടുണ്ട്. അത് ലെവൽ 2 പേ സ്കെ ആണ്. അപ്പം ഇതിൻ്റെ ഇനിഷ്യൽ പേയ്മെൻറ്റ് വരുന്നത് 19,900 രൂപയാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും 18-നും 30-നും ഇടയ്ക്കാണ്. ഇതിലേക്ക് 6,234 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഡേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് 23/5/2026. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 30/6/2026. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 29/7/2026. 23:59 ഹവേഴ്സിനാണ്. ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് സബ്മിഷൻ ആപ്ലിക്കേഷൻ ഫീ 31/7/2026. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് അപേക്ഷിക്കുക. കുറേ കാര്യങ്ങളുണ്ട്, ഡീറ്റെയിൽസും ഒക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റ് RRBയുടെ നോക്കിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നില്ല. അപേക്ഷിക്കുക. നല്ല ജോബ് വേക്കൻസിയാണ്. ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണ്. ഡിപ്ലോമ ITA പോലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാവരും അപേക്ഷിക്കും. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കും വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് www.indianrailway.government എന്ന വെബ്സൈറ്റിൽ നോക്കിയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. Thank you for watching my video. Please like and subscribe my channel.